ഹലോ ഗൈസ്, പൊളിച്ചടക്കൽ വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ യൂട്യൂബിലെ ഫ്രീ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി റിയൽ ആണെങ്കിൽ നമുക്ക് ഈ സെയിം റിസൾട്ട് കിട്ടണം, ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഫേക്കായി എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ഗൈസ്, ഇതേപോലെ 2 കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നോർമൽ കടകളിൽ മേടിക്കാനായിട്ട് കിട്ടും. 10 രൂപ റേഞ്ചാണ് ഇതിന് വിലയുള്ളൂ. ആദ്യം നമ്മളിത് ഈ വീഡിയോ കാണുന്ന പോലെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മളിത് മാർക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഈ അളവിൽ അത് കട്ട് ചെയ്തെടുക്കണം. കണ്ടു ഗൈസ്, മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി രണ്ടാമത്തെ കുപ്പി എടുക്കണം. അതിനുശേഷം ഇതേപോലെ മാർക്ക് ചെയ്യുക. 2 സ്ട്രോ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഹോളിട്ട് സ്ട്രോ അതിൻ്റെ അകത്തേക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. കണ്ടു ഗൈസ്, 2 ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതേപോലെ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം. കണ്ടു ഗൈസ്, ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് സ്ട്രോ ഇതിൻ്റെ അകത്ത് ഗ്ലൂ ചെയ്ത് പിടിപ്പിക്കലാണ്. ഇതാണ് ഗൈസ് നമ്മുടെ 2 സ്ട്രോ. ഇതിൽ ഒരെണ്ണം കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ സെൻട്രലായിട്ട് ആദ്യം ഹോളിട്ടയിൽ ഇതേപോലെ പിടിപ്പിക്കുക. ഗ്ലൂ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു കാരണവശാലും ലീക്ക് വരരുത്. ലീക്ക് വന്നാൽ നമ്മുടെ ഇത് വർക്കിംഗ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഗ്ലൂ ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിടുക. ഇനി രണ്ടാമത്തെ സ്ട്രോ എടുത്ത് ഇതേപോലെ ഹോളിൽ വയ്ക്കുക. നന്നായി ഗ്ലൂ ഇട്ട് പിടിപ്പിക്കുക. ഗൈസ്, നമ്മുടെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ സംഭവം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം. ആദ്യം ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൽ മുകളിലത്തെ സ്ട്രോ മുങ്ങി നിൽക്കാൻ പാകത്തിൻ്റെ ലെവലിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇനി രണ്ടാമത്തെ കുപ്പിയിലും ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ആ സെൻറ്ററിൽ ഇട്ടേക്കുന്ന സ്ട്രോയിൽ ഞാനൊരു സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്, വെള്ളം തള്ളി പുറത്തേക്ക് പോകാതിരിക്കാൻ. എന്നാലാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി കുപ്പി നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ സ്റ്റോപ്പർ ആദ്യം ഊരാം. സ്റ്റോപ്പർ ഊരി കഴിയുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വരില്ല. ഇനി നമുക്ക് ജസ്റ്റ് അടപ്പ് ലൂസ് ചെയ്ത് കൊടുക്കാം. കണ്ട ഗൈസ്, വെള്ളം വരുന്നുണ്ട്. താഴത്തെ സ്ട്രോയിൽ വെള്ളം വരുന്നുണ്ട്. പക്ഷേ മുകളിലത്തെ സ്ട്രോയിലേക്ക് തിരിച്ചാൽ വെള്ളം കയറി വരുന്നില്ല. ഇത് വർക്കിംഗ് അല്ല എന്നാണ് ആദ്യത്തെ ടെസ്റ്റിൽ എനിക്ക് മനസ്സിലായത്. നമുക്കൊന്ന് ഐഡിയ മാറ്റി പരീക്ഷിക്കാം. ഇനി ഞാൻ ആ സ്ട്രോ നേരെ മുകളിലേക്ക് വെച്ചു. കുപ്പി നിറച്ച് വെള്ളം ഒഴിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് സ്ട്രോ തിരിച്ച് താഴത്തേക്ക് വെച്ചു. അതിന് ശേഷം ഞാൻ സ്റ്റോപ്പർ ഊരി അടപ്പ് ലൂസ് ചെയ്യാൻ പോകാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം. അടപ്പ് ലൂസ് ചെയ്തു ഗൈസ്. മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് കാണാം കുപ്പിയുടെ അകത്ത്. പക്ഷേ എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ മുകളിലുള്ള പൈപ്പിൻ്റെ അകത്ത് വെള്ളമില്ലാത്തത് കൊണ്ടാണ് അത് വർക്ക് ചെയ്യാതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് നോക്കിയത്. അതും വർക്കിംഗ് അല്ല ഗൈസ്. ഇനി മൂന്നാമത്തെ പാർട്ടി കാണിക്കാൻ പോണത് എങ്ങനെ ഇത് വർക്ക് ചെയ്യും, ഇവർ ഈ പറയുന്ന മെത്തേഡിൽ ഏത് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വെള്ളം പാസ് ചെയ്യുന്നുണ്ട്. കണ്ട ഗൈസ്, ഇപ്പോൾ വെള്ളം താഴത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് കപ്പിലേക്ക് വെച്ചപ്പോൾ കുപ്പിയുടെ അകത്ത് വെള്ളം വരുന്നുണ്ട്, പുറത്തേക്കും വെള്ളം പോകുന്നുണ്ട്. ഇങ്ങനെ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റവർക്കിത് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടന്നാലോ ഗൈസ്. ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കാണുക. ആ കുപ്പിയുടെ മുകൾ ഭാഗം ശ്രദ്ധിക്കുക. ആ ഒരു കുപ്പിയുടെ ബാക്കിൽ ഒരു കുപ്പി കിടന്ന് മാറുന്നത് കാണാം. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ 2 കുപ്പി ഉപയോഗിച്ച് മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്തേക്കുന്നുള്ള കൺഫേമാണ്. ഇതിൻ്റെ സ്ലോ മോഷൻ വീഡിയോ ആണ് ഗൈസ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു കുപ്പിയുടെ ബാക്കിൽ മറ്റൊരു കുപ്പി കിടന്ന് ആടുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം ഗൈസ്. ഇമാതിരി പരിപാടിയായിട്ടാണ് ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലത്തെ പൊളിച്ചടക്കൽ വീഡിയോസ് വരുന്നതാണ്. അത് കൂടാതെ സ്വന്തമായിട്ടുള്ള വീഡിയോസ്, എൻ്റെ ക്രിയേറ്റീവ് വീഡിയോസ് വരുന്നതാണ്. ഗൈസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി വരാവുന്ന വീഡിയോസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ്, ലൈക്കും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഗൈസ്. താങ്ക് യു.